കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താസമ്മേളനത്തിൽ ഇന്നുണ്ടായത് നാടകീയ സംഭവങ്ങൾ. 3 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകി വാർത്താസമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രി മടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധം അറിയിച്ചു മാധ്യമപ്രവർത്തകൻ. CPIയുമായി ബന്ധപ്പെട്ട CPIഎമ്മുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മാത്രമാണോ ഉത്തരമുള്ളൂ എന്ന് ചോദിച്ചാണ് മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയോട് ശബ്ദമുയർത്തിയത്. ഇതോടെ മുഖ്യമന്ത്രി തിരിച്ചുവന്ന് മറുപടി നൽകി. ചോദ്യങ്ങൾ മനസ്സിലല്ല, നേരിട്ട് ചോദിക്കണമെന്നായിരുന്നു രോഷത്തോടെയുള്ള പിണറായി വിജയന്റെ മറുപടി. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടെന്നും അതാണിപ്പോൾ പ്രകടമായതെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചെന്ന് വരില്ലെന്നും സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി വീണ്ടും മടങ്ങുകയും ചെയ്തു. ഇന്നലെയും മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി രോഷം പ്രകടിപ്പിച്ചിരുന്നു. SDPI വോട്ട് വേണ്ടെന്ന് പറയുമോ എന്ന ചോദ്യം ആവർത്തിക്കപ്പെട്ടതാണ് മുഖ്യമന്ത്രിയെ ഇന്നലെ ചൊടിപ്പിച്ചത്. അതേസമയം പാർട്ടി നടത്തുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണോ? കാണാം RDX റാങ്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ അല്ല, ഇനി പറ്റില്ല. ഇനി നാളെ 45 മിനിറ്റോളം നീണ്ടുനിന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ഇതിൽ 30 മിനിറ്റോളം തനിക്ക് പറയാനുള്ളത് പറഞ്ഞ ശേഷമായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. എന്നാൽ ആകെ ഉത്തരം നൽകിയതാകട്ടെ 3 ചോദ്യങ്ങൾക്ക് മാത്രം. ഇതിനുശേഷം സമയമായി എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങിയതോടെയാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായത്. CPIഎം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മാത്രമാണോ മറുപടി എന്ന് ഉച്ചത്തിൽ ചോദിച്ച മാധ്യമപ്രവർത്തകൻ ഇതിനാണോ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയതെന്നും ചോദിച്ചു. ഇതോടെയാണ് മടങ്ങിയ മുഖ്യമന്ത്രി തിരിച്ചുവന്ന് മറുപടി നൽകിയത്. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദിക്കണമെന്നായിരുന്നു രോഷത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. ചിലരുടെ ചില ഉദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രകടമായത്. നിങ്ങൾ എല്ലാവരും ചോദ്യം ചോദിച്ചില്ലേ എന്നും താൻ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ചോദിച്ചില്ലല്ലോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചെന്ന് വരില്ലെന്നും സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി വീണ്ടും മടങ്ങി. ഇന്നലെയും മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരുന്നു. SDPI വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന ചോദ്യം ആവർത്തിക്കപ്പെട്ടതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. RDX റാങ്ക് ന്യൂസ് മലയാളം. ഇന്നത്തേക്കുള്ള സമയമായി, ഇനി നാളെ എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങിയതാണ് മാധ്യമപ്രവർത്തകന്റെ പ്രതിഷേധത്തിന് കാരണമായത്. ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രമാണോ ഉത്തരമുള്ളൂ എന്ന് ഉച്ചത്തിൽ ചോദിച്ച മാധ്യമപ്രവർത്തകൻ ഇതിനാണോ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയതെന്നും ചോദിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ അല്ല, ഇനി പറ്റില്ല. ഇനി നാളെ മാധ്യമപ്രവർത്തകന്റെ പ്രതിഷേധം കനത്തതോടെ മടങ്ങിയ മുഖ്യമന്ത്രി തിരിച്ചുവന്ന് മറുപടി നൽകി. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദിക്കണമെന്നായിരുന്നു രോഷത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. നിങ്ങൾ എല്ലാവരും ചോദ്യം ചോദിച്ചില്ലേ എന്നും താൻ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ചോദിച്ചില്ലല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചെന്ന് വരില്ലെന്നും സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി വീണ്ടും മടങ്ങുകയായിരുന്നു. അതിലേക്ക് കൂടി. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? അപ്പോൾ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് ആരോപിച്ചു. ആ പ്രതികരണത്തിലേക്ക് കൂടി. നിങ്ങൾക്കൊന്നും ഒരു ചോദ്യം ചോദിക്കാൻ മുഖ്യമന്ത്രി എടുത്ത അവസരമില്ലല്ലോ. ഈ ദേശാഭിമാനിക്കാരനും കൈരളിക്കാർക്കും അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്ന് കണ്ടില്ലേ, ചോദിച്ച ആൾക്കിട്ട് കിട്ടിയത് കണ്ടില്ലേ.
നിങ്ങൾക്ക് ചില ഉദ്ദേശമുണ്ട്, അതിൽ നിന്നും അതുമാത്രം പറയിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നർത്ഥത്തിലുള്ള ഒരു രോഷമായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് പ്രകടിപ്പിച്ചിരുന്നത്. ഇത് സത്യത്തിലൊരു ഒഴിഞ്ഞുമാറലാണോ, മറ്റെന്തെങ്കിലും മറയ്ക്കാനുള്ള ഒരു നീക്കമാണോ? ഇതിനകത്ത് ശ്യാമിലി, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പം ഒരുപക്ഷെ കേൾക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിലേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പ്രധാനപ്പെട്ട ഒന്ന്, മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത് വളരെ നന്നായ രീതിയിലാണ്. അതായത് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, അദ്ദേഹം വാർത്താസമ്മേളനം നിർത്തിയിട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴാണ് അവിടെ ഒരു അരുചികരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരാൾ വാർത്താസമ്മേളനം നടത്താൻ വേണ്ടി വരുമ്പോൾ അതിന് പുറത്ത് വലിയ ബഹളം, അതൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് വന്ന് വാർത്താസമ്മേളനം നടത്താൻ വലിയ ബഹളം ഉണ്ടാവുകയും കൈ ചൂണ്ടി ചോദ്യം ചോദിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. അത് അരുചികരമായിട്ടൊരു സംഗതിയാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് വാർത്താസമ്മേളനങ്ങൾ പ്രസ് ക്ലബ്ബിലും മറ്റുമൊക്കെ ഇപ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള ഡിബേറ്റുകളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും ഇങ്ങനെ ആളുകൾ ചോദ്യം ചോദിക്കുകയും ചെയ്യും. പക്ഷേ വാർത്താസമ്മേളനം എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നേതാവ് പോകുമ്പോൾ, അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവ്, BJPയുടെ നേതാവ് ആയിക്കോട്ടെ, ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ അത് നേരെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ വല്ലാത്തതൊരു സംഭവം, ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കരുതായിരുന്നു എന്ന് തോന്നലാണ് എനിക്കുണ്ടായത്. അപ്പോൾ അത് പക്ഷേ മുഖ്യമന്ത്രി ആണെങ്കിൽ അവിടേക്ക് പോയെടുത്ത് നിന്ന് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് ഇരുന്നിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് അതേക്കുറിച്ച് വളരെ ഒട്ടും രോഷം കലരാത്ത കാര്യത്തിൽ നിങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണമായിരുന്നു എന്ന് പറയുക ചെയ്തത്. എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള സെൻറ്റൻസിൽ അദ്ദേഹം എന്താണ് തനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ ശബ്ദം ഒന്ന് കടുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്ന പ്രതിപക്ഷം പറയുന്നത് എന്താണ്, പ്രതിപക്ഷവും ചില മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് എന്താണ്, അതായത് അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്ന്, അദ്ദേഹം ചോദ്യങ്ങൾ നൊളിച്ചോടുകയാണ് എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് ആളുകൾ എത്തുക എന്ന്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയപ്പോൾ അദ്ദേഹം 23 അഭിമുഖങ്ങൾ കൊടുത്തു. 23, എൻ്റെ കണക്ക് 23 എന്നാണ്. 23 അഭിമുഖങ്ങൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം കൊടുത്തു, നമ്മളടക്കമുള്ള ആളുകൾക്ക്. ഓരോ മണിക്കൂറാണ് ആ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നത്. അത് ലൈവായിട്ടാണ് പലരും സംപ്രേഷണം ചെയ്തത്, നമ്മളടക്കം ലൈവായിട്ടാണ്. എന്ന് വെച്ചാൽ 1 മണിക്കൂർ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇന്ന ചോദ്യമേ ചോദിക്കാവൂ എന്നൊരു നിർദ്ദേശം വെച്ചിട്ടല്ല അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകർക്ക് അഭിമുഖം അനുവദിച്ചത്. നമ്മളടക്കമുള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള പ്രശ്നം ഹർഷൻ ചോദിച്ചു, വളരെ ഷാർപ്പായിട്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി വരുമ്പോൾ അതിൻ്റെ ക്രോസ് ചോദ്യവും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ കാര്യം മാത്രമല്ല, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും, ഞാൻ ആ മാധ്യമ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാം, അതും ഇതിൻ്റെ കൂടെ ചേർന്നങ്ങ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ ലിസ്റ്റ് വായിക്കാം. അതായത് 23 വെച്ചാൽ ന്യൂസ് മലയാളത്തിൽ നിന്നും ഹർഷൻ, ഏഷ്യാനെറ്റിൽ നിന്നും സിന്ധു സൂര്യകുമാർ, ടൈംസ് നൗവിൽ നിന്നും അർപ്പിത, CNN ന്യൂസ് 8 നിന്നും നീതു, ബിഗ് ടിവിയിൽ നിന്നും സുജയ ഭാരതി, കൗമുദി ടിവിയിൽ നിന്നും VS രാജേഷ്, ദി ക്യൂവിൽ നിന്നും മനീഷ് നാരായണൻ ഒന്നാം ദിവസം. രണ്ടാം ദിവസം 24 ന്യൂസിൽ നിന്നും ശ്രീകണ്ഠൻ നായർ, മനോരമ ന്യൂസിൽ നിന്നും ജോണി ലൂക്കോസ്, PTIയിൽ നിന്നും പ്രവീണ്, ദി ഹിന്ദുവിൽ നിന്നും ആനന്ദൻ, മാതൃഭൂമിയിൽ നിന്നും രാജീവ് ദേവരാജ്, ANIയിൽ നിന്നും അനുരാഗ്, IANSൽ നിന്നും ജിഷ, മീഡിയ വണിൽ നിന്നും പ്രമോദ് രാമൻ എന്നിങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ചാറ്റ് വിത്ത് ഭക്തനിൽ നിന്നും സുജിത് ഭക്തൻ, ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നും സിത്താര, ഷാരിഖ് ഷംസുദ്ദീനും അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ആളെല്ലാം ചോദിച്ചു. ഇത് ഈ ഞാൻ വായിച്ച ലിസ്റ്റ് സംസ്ഥാനത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ലിസ്റ്റ് കൂടെയാണ്. അവരാരും മുഖ്യമന്ത്രി എന്നോട് ഈ ചോദ്യമേ ചോദിക്കാവൂ കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന് വഴങ്ങുന്ന ആളുകളല്ല. അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ കുറേ എണ്ണം കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ ക്വസ്റ്റ്യൻസിന് വിധേയമാക്കുന്ന, ഷാർപ്പായിട്ട് ക്രോസ് ക്വസ്റ്റ്യനും കൂടെ ചേർത്ത് ചോദിക്കുന്ന, എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് വളരെ അടങ്ങി ഒതുങ്ങിയിരുന്ന് മറുപടി പറയുന്ന ആളെയാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്ന ചോദ്യം വരുമ്പോൾ മുഖത്ത് അസ്വസ്ഥത കാണും. അത് സന്തോഷകരമായുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സന്തോഷകരമായിട്ട് വിശദീകരിക്കും. അത് എന്നെയും ശ്യാമിലിയൊക്കെ ആരും ഇൻ്റർവ്യൂ ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. അതല്ലാതെ അദ്ദേഹം ഇൻ്റർവ്യൂവിനോടോ ചോദ്യങ്ങളോടോ എന്തോ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആളാണ് എന്നൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം എനിക്ക് 1 മണിക്കൂറാണുള്ളത്, ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞങ്ങോട്ട് മാറിപ്പോയാൽ പിന്നെ നാളെ വീണ്ടും വാർത്താ സമ്മേളനമുണ്ട്, അടുത്ത ദിവസം ചോദിക്കാൻ നിൽക്കുക. അല്ലാതെ അവിടെ ഒരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന സുചിന്തിതമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് ആകെ തന്നെയുള്ളത്. പിന്നെ അദ്ദേഹം ചോദ്യങ്ങളോട് മറുപടി പറയാത്ത ആളാണോ, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാത്ത ആളാണോ? ഒരിക്കലുമല്ല. ഞാൻ പറയാം, കേരള രാഷ്ട്രീയത്തിൽ ഞാനൊക്കെ രാഷ്ട്രീയം കാണുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചുള്ള രാഷ്ട്രീയ നേതാവ് മറ്റാരുമല്ല VD സതീശനോ രമേശ് ചെന്നിത്തലയോ രാജീവ് ചന്ദ്രശേഖരോ ഒന്നുമല്ല, അത് ഈ പിണറായി വിജയനാണ്. അതും സുഖിപ്പിക്കുന്ന ചോദ്യങ്ങളല്ല, അങ്ങേയറ്റം അസ്വസ്ഥ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ. ഞാൻ ഓർക്കുകയാണ് 2006 ഒരുപക്ഷെ ശ്യാമിൽ എന്ന് ചെറിയ കുട്ടിയായിരിക്കും,
രണ്ടായിരത്തി ആറില് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും രാഷ്ട്രീയത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിക്കുന്ന നേരത്തെ എൻ്റെ മനസ്സിലേക്ക് വരാറുള്ള സംഭവം 2006 എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അതുവരെയോ അതിനുശേഷമോ ഇല്ലാത്ത വിധം സങ്കീർണമായൊരു കാലമായിരുന്നു. ഒരു പാർട്ടിയിലെ രണ്ട് നേതാക്കൾ തമ്മിൽ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ വലിയ തോതിൽ ആശയപരമായിട്ടുള്ള വിഭാഗീയത എന്ന് പിന്നീട് അവരുടെ രേഖയിലൊക്കെ വന്ന അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ 2006 ഇലക്ഷന് തൊട്ടു മുമ്പ് പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തുകയാണ്. കേരള മാർച്ച് എന്നോ കേരള യാത്ര എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അതിന് തൊട്ട് മുമ്പ് ഈ വി എസ് അച്യുതാനന്ദനും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഈ ലാവ്ലിൻ കേസ് അന്തരീക്ഷത്തിലുള്ള സമയമാണ്. പിണറായി വിജയൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇതെല്ലാം കൂടെ കൂടിക്കലർന്നിട്ട് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിണറായി വിജയൻ ആ യാത്ര നടത്തുന്നത് ചില പൗരപ്രമുഖരുടെയൊക്കെ വീടുകളിലും മറ്റുമൊക്കെ സന്ദർശിച്ച് അവിടെ നിന്ന് പൊതുപരിപാടികളിലേക്ക് പോയിട്ട്, ആ യാത്രയുടെ പൊതുപരിപാടികളിലേക്ക് പോയിട്ട് അതിൻ്റെ ഒരു നിശ്ചിത സമയത്ത് വാർത്താ സമ്മേളനം നടത്തുക ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ജില്ലാ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വന്നാൽ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഓരോ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വന്നാൽ, അദ്ദേഹം വന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയും. എന്ന് വെച്ചാൽ വികസനത്തെക്കുറിച്ച് കേരളത്തിൽ എന്ത് വരണമെന്നാണ് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് താൻ പ്രതീക്ഷിക്കുന്നത് എന്നതൊക്കെയാണ് അദ്ദേഹം പറയുക. പക്ഷേ ആ പറച്ചിൽ നിർത്തിയാൽ ആദ്യത്തെ ചോദ്യം ലാവ്ലിനെ കുറിച്ചായിരിക്കും. മുഴുവൻ ചോദ്യങ്ങളും ലാവ്ലിനെ കുറിച്ചായിരിക്കും. ബഹളത്തിലാണ് കലാശിക്കുക. എന്ന് വെച്ചാൽ എല്ലാവരും ബാക്ക് ടു ബാക്ക് അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, CBI കേസെടുത്തല്ലോ, അതാണല്ലോ ഇതാണല്ലോ, വലിയ തട്ടിപ്പാണല്ലോ. അത് ആ അന്തരീക്ഷത്തെ ഓർക്കുന്ന ആളുകൾക്കാണ്. ശ്യാമിലി ചിലപ്പോൾ ഒരുപക്ഷെ ആ സമയത്ത് സ്കൂളിലോ മറ്റോ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അന്നത്തെ വാർത്താ സമ്മേളനങ്ങൾ ഓർമ്മയുള്ള ആളുകൾക്ക് അത് ഒരു ഓക്വേർഡായിട്ടുള്ള സിറ്റുവേഷനാണ് എന്ന് തന്നെ തോന്നുന്നു. ഞാനതുകൊണ്ട് അതിങ്ങനെ ഓർക്കുന്നത്. കാരണം അന്ന് വി എസ് അച്യുതാനന്ദൻ പക്ഷവും പിണറായി പക്ഷവുമായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. CPM മാത്രമല്ല, കേരളത്തിലെ പല വിഭാഗം ആളുകൾ. അതിൽ വി എസ് അച്യുതാനന്ദനോട് ആഭിമുഖ്യം കൂടുതലുണ്ടായിരുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് പോലും ഈ വാർത്താ സമ്മേളനങ്ങൾ ഇത് ശരിയല്ല. ഒരു മനുഷ്യനെ നിർത്തിയിട്ട് ഇങ്ങനെ ആ ചോദ്യങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക്. അപ്പോൾ കുറേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം രോഷത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വരും. അപ്പോൾ ആ ബൈറ്റ് പ്ലേ ചെയ്യപ്പെടും. ആ വാർത്ത പിറ്റേന്ന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് ഓരോ ദിവസവും വാർത്താ സമ്മേളനം നിർത്തുകയാണോ ചെയ്തത്? അല്ല. ഞാൻ സവിശേഷമായിട്ട് ഇത് ഓർക്കാനുള്ള കാരണം അദ്ദേഹം പിറ്റേന്നും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കും. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയും. ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരും. അങ്ങനെ തിരുവനന്തപുരത്ത് പോയിട്ട് നിന്നിട്ടാണ് ആ തിരുവനന്തപുരത്തെ സമാപന പരിപാടിയിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ബക്കറ്റിലെ വെള്ളം പോലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാലത്ത് അതിസങ്കീർണമായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾക്കകത്ത് മാധ്യമപ്രവർത്തകരുടെ അങ്ങേയറ്റം അഗ്രസീവായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി കൊടുത്തിട്ടേ അദ്ദേഹം പോയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കാണണം. പിണറായി വിജയൻ മറുപടി കൊടുത്തിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മളിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും ഈ പറയുന്ന നിങ്ങൾ കൈരളിയല്ലേ അല്ലെങ്കിൽ മറ്റേ എന്താണ് ദേശാഭിമാനിയല്ലേ എന്ന് പറഞ്ഞ് ചൂടാവുന്ന നമ്മൾ കാണും. പലരോടും ചൂടാവുന്നതാണ്. ഇദ്ദേഹം ചൂടാവാറുണ്ട്. ഇദ്ദേഹം അങ്ങനെ എല്ലാവരോടും ചിരിച്ചു കളിച്ച് വാർത്താ സമ്മേളനം നടന്ന ആളെയല്ല. നമുക്ക് അറിയാവുന്ന എൻ്റെ ഓർമ്മയിലുള്ള മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അവസാന കാലമാണ്. എങ്കിൽ തന്നെ കരുണാകരനാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. കെ കരുണാകരൻ വളരെ ചിരിച്ച് കളിച്ചാണ് ചോദ്യങ്ങളെ നേരിടുക. കണ്ണിറുക്കൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്റ്റൈലായിരുന്നു. പക്ഷേ ഇദ്ദേഹം ആ മട്ടിലുള്ള ആളെയല്ല. വളരെ അഗ്രസീവായിട്ടും റഫായിട്ടും തന്നെ പെരുമാറുന്ന ആളാണ്. പക്ഷേ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പേടിച്ചു പോവുകയോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുകയോ ചെയ്യുന്ന ആളല്ല എന്ന് ഞാൻ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 2006 വാർത്താ സമ്മേളനങ്ങളെക്കുറിച്ചും ഈ തൊട്ടു മുമ്പുള്ള അഭിമുഖങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞത്. ആ അഭിമുഖങ്ങളിൽ ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇപ്പോൾ രാഷ്ട്രീയമായ താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനം കുറച്ചൊന്ന് കുളമായി കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓർക്കേണ്ടത്, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. അതായത് ഇയാൾ വളരെ അഗ്രസീവായിട്ടുള്ള ഒരാളാണ്, ഇയാൾ അങ്ങേയറ്റം പ്രകോപനത്തിന് വശപ്പെടുന്ന ഒരാളാണ്, ഇയാൾ ചൂടാകും എന്നൊക്കെ കേരള സമൂഹത്തിന് മുമ്പിൽ ദൃശ്യങ്ങളാൽ തന്നെ വെളിപ്പെട്ടതിന് ശേഷം പോലുമാണ് പിണറായി വിജയൻ മുകളിലേക്ക് പോയിട്ടുള്ളൂ. മുഖ്യമന്ത്രിയായി ഒരു തവണയല്ല 2 തവണ ബാക്ക് ടു ബാക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവുകയും ചെയ്തു പിണറായി വിജയൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അഗ്രസീവാകുന്ന നിലയിൽ TV-യിൽ കാണുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകും എന്ന് എനിക്കൊരു തോന്നലില്ല. എന്ന് മാത്രമല്ല, ഇന്നും ഈ മാധ്യമപ്രവർത്തന കാലത്തും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം മാധ്യമങ്ങളോട് നല്ല നിലക്കാണ് പെരുമാറിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിത് ഇത്രയ്ക്ക് വിശദമായിട്ട് പറയാനുള്ള കാരണം, ശ്യാമിലി ഞാൻ സാധാരണ എടുക്കുന്നതിനേക്കാൾ 2 മിനിറ്റ് കൂടുതൽ എടുത്തു. ഞാനത് വിശദമായിട്ട് പറയാനുള്ള കാരണം, തെരഞ്ഞെടുപ്പ് കാലം അങ്ങോട്ട് ചൂടാവുകയാണ്. 9 ദിവസം മാത്രമേ ഉള്ളൂ. വളരെ അഗ്രസീവായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുകയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർ കുറെ കൂടെ അവധാനതയോടുകൂടി കാര്യങ്ങളെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കൈരളിയും ദേശാഭിമാനിയും അദ്ദേഹത്തെ സംരക്ഷിച്ച് കളയാം എന്ന് കരുതിയിട്ട് ചാടിക്കേറി എല്ലാ ചോദ്യം ചോദിച്ചതാണ് ഈ സംഭവമെങ്കിൽ അത് അവരും ചെയ്യാൻ പാടില്ല. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ചോദ്യത്തെ ഭയന്നുകൊണ്ട് അദ്ദേഹം നേരത്തെ
പിണറായി വിജയൻ രാവിലെ ഫോൺ എടുത്തിട്ട് കൈരളിക്കാരെയും ദേശാഭിമാനിക്കാരെയും വിളിച്ചിട്ടോ എനിക്ക് പേടിയുണ്ട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ, നിങ്ങൾ ഒന്ന് വന്നതിനെ രക്ഷിച്ചേക്കണേ എന്ന് പറയുന്ന ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും, ഏറ്റവും അടുത്ത എതിരാളികൾ പോലും പറയില്ല. അപ്പോൾ ഇങ്ങനെ ഷോ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു മാധ്യമപ്രവർത്തകർ എന്ന തോന്നലാണ് എനിക്കുള്ളത്. ഞാനിതിനെ കാണുമ്പോൾ ഈ വാർത്താ സമ്മേളനം എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം SDPI ചോദ്യങ്ങളോടുള്ള വിമുഖത കാരണം അത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അതിൽ ചൂടായി എഴുന്നേറ്റ് പോയൊരു നേതാവായിരുന്നു ഇന്നലെ പിണറായി. അപ്പോൾ ഇന്ന് അദ്ദേഹം വന്ന് വാർത്താ സമ്മേളനത്തിലേക്കും സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിച്ചൊരു ചോദ്യം അതായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഒരു അവസരം അവിടെ ഒരുങ്ങിയിരുന്നില്ല. ചിലപ്പോൾ അതായിരിക്കാം ഈ തരത്തിൽ അവരെ പ്രകോപിപ്പിച്ചതോ മാധ്യമപ്രവർത്തകരെ. അത് പ്രവോക്കാവേണ്ട കാര്യമൊന്നുമില്ല. സനീഷ് ഇത്രയും വിശദമായി ആ കാര്യത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവും പ്രതീക്ഷിച്ചിരുന്നു. കാരണം അദ്ദേഹമാണ് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നതോ അല്ലെങ്കിൽ ഈ സമൂഹത്തിലായി ആരെങ്കിലുമൊക്കെ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും LDFനെ നയിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇറങ്ങി നിന്ന് പ്രതിരോധിക്കുന്ന ഒരാൾ അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വോട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു വാക്കായി കണക്കാക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. കുറഞ്ഞ പക്ഷം SDPIക്കാരെങ്കിലും വിചാരിക്കും എന്താണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പറയുന്നത് എന്നുള്ളത്. മാത്രവുമല്ല UDFും ആ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണമെന്ന് നിരവധി തവണയായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അത്തരമൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ ഇതിലെ പ്രാഥമികമായ പ്രശ്നം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, സനീഷ് പറഞ്ഞു 23 ഇൻ്റർവ്യൂകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, അത്രയും ഇൻ്റർവ്യൂ. അതിലൊക്കെ ഉയർന്നു വരാത്ത ഒരു വിഷയമായിരുന്നു SDPI ഉള്ളത്. പക്ഷേ ആ ചോദ്യം മുന്നോട്ട് വെക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നത് ആരാണെന്നുള്ളത് അതിവിടുത്തെ പ്രതിപക്ഷമാണ്. ആ ട്രിഗർ ചെയ്യുന്ന പ്രതിപക്ഷം ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് പോയിട്ട് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുവാൻ വേണ്ടിയിട്ട് മതസംഘടനയടക്കം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ട് UDF നേതൃത്വം അവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിരിക്കുകയാണ് മഞ്ചേശ്വരത്ത് നിന്ന്. അത് അദ്ദേഹം വന്ന് KM അഷ്റഫ് എന്നുള്ള ഒരാൾ മാധ്യമങ്ങളിൽ വന്ന് പറയുകയും ചെയ്തു. അതുമാത്രമല്ല SDPIയിലെ അവിടുത്തെ ജില്ലാ നേതാവും വന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഈ കൂട്ടരാണ് ഈ ചോദ്യം പിണറായിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അവരുടെ വോട്ട് വേണമോ, അവിടെ ആർക്കാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള പറയുമ്പോൾ KM അഷ്റഫ് വന്നിട്ട് ചില പിന്തുണയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ചിലപ്പോൾ അതൊരു മനസാക്ഷി വോട്ടോ ആയിരിക്കാം. എങ്കിൽ പോലും ആ ചോദ്യം പിണറായി വിജയൻ്റെ അടുത്ത് തുടർച്ചയായി ചോദിക്കണമെന്ന് ട്രിഗർ ചെയ്യുന്നത് ഈ പ്രതിപക്ഷത്തിൻ്റെ. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വക്താക്കളായി എല്ലാ കാലത്തും മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും. കാരണം നിൽക്കുന്ന സിസ്റ്റത്തെ ചോദ്യം ചെയ്യുക, അതിനെ ശരിയാക്കി കാണിക്കുക, അല്ലെങ്കിൽ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക എന്ന നിലയ്ക്കുള്ള ഒരു ഉത്തരവാദിത്തമായി ഇവിടുത്തെ മാധ്യമങ്ങൾ പല ഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് പിന്നിൽ സ്വാഭാവികമായും പ്രതിപക്ഷം തന്നെ. പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിലൊരു അടുത്ത വശമാണ് ഞാൻ പറഞ്ഞത്. ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരി അവർ നടത്തിയ ഒരു വികസന നേട്ടം പറയുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരം വാർത്താ സമ്മേളനങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അഭിമുഖമല്ലല്ലോ, വാർത്താ സമ്മേളനമല്ലേ. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ പൊതുപരിപാടികളിലും പാലിക്കേണ്ട മര്യാദയും മാന്യതയെ പറ്റി നല്ല ധാരണയുള്ളയാളാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സദസ്സിൽ നിന്ന് ചോദ്യം ചോദിച്ചത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അണിയായിട്ട് പോലും അതല്ലല്ലോ അതിൻ്റെ മര്യാദ, എനിക്കറിയാത്ത കാര്യമല്ല, അദ്ദേഹം LDFിൽ പെടുന്ന ഒരു അണിയാണ് എന്നുള്ള ഉത്തരവും കൂടി അദ്ദേഹം തരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വാർത്താ സമ്മേളനങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായും അവരവരുടെ വികസന നേട്ടങ്ങൾ പറയുവാൻ തന്നെയാണ്. അത് തന്നെയാണ് ആദ്യത്തെ 25 മിനിറ്റോളം 20 മിനിറ്റോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവനായും ഈ വികസന നേട്ടങ്ങൾ പറയുവാനാണ് ഉപകരിച്ചത്. അത് മുൻ ദിവസങ്ങളിൽ പറഞ്ഞ വികസന നേട്ടങ്ങളായിരുന്നില്ല. അത് ഇവിടെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് വസ്തുതകൾ കണക്കുകൾ നിരത്തി മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതുമാത്രവുമല്ല, അതല്ലാതെയുള്ള ഇവിടുത്തെ ഭരണവികസന നേട്ടങ്ങൾ എന്തൊക്കെയാണോ, എന്താണ് ഇനി അടുത്ത തുടർ നീക്കം എന്ന് തുടങ്ങി 10-20 മിനിറ്റ് ആ കാര്യത്തെപ്പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ സംസാരിക്കുകയും അതിനുശേഷം അതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നത് അയാളുടെ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പറയുവാനാണ്. അതിൻ്റെ ഒരു ബോധ്യം ഇരിക്കുന്ന ആളുകൾക്കും സ്വാഭാവികമായും വേണം. അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനെ അങ്ങ് കുഴപ്പത്തിലാക്കി കളയാമെന്ന് പറയുന്നത് സത്യത്തിൽ അത് പ്രതിപക്ഷത്തിൻ്റെ ചൂട്ടുകെട്ടുകയാണ് ഈ മാധ്യമപ്രവർത്തകർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലല്ലോ അതിൻ്റെ രീതി ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനോടും തീർച്ചയായും നിങ്ങൾ ആ ചോദ്യങ്ങളിൽ ചോദിക്കണം. എവിടെയാണ്
കണക്ക് ചോദിക്കുന്നത് എല്ലാ 3 മുന്നണികളും പത്രത്തിൽ പരസ്യം കൊടുത്തു. എന്താണ് അവരവരുടെ നേട്ടങ്ങൾ. 2 പേജിലായിരുന്നു LDF കൊടുത്തിരുന്നത്, 1 പേജിലാണ് കണക്ക് ചോദിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് UDF കൊടുത്തിരിക്കുന്നത്. ആ കണക്കുകളുടെ ചോദ്യങ്ങൾ അവിടെയുണ്ട്. വികസനം വരുമ്പോൾ ആദ്യം പറയുക സ്വാഭാവികമായും ആദ്യം ഉയർത്തിക്കാട്ടുക വയനാട്ടിലെ വികസനമാണല്ലോ. എന്തായാലും വയനാട്ടിലെ വികസനം എന്നല്ല, ഒരു ജനതയ്ക്കൊപ്പം ചേർന്ന് നിന്ന് ഒരു സർക്കാരിനെയാണല്ലോ കാണിക്കുന്നത്. അവിടുത്തെ വീട് നിർമ്മാണത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അവിടെ സ്ഥലമേറ്റെടുത്ത് വീട് നിർമ്മാണം നടത്താത്ത ഒരു പ്രതിപക്ഷ പാർട്ടിയുണ്ട് ഇവിടെ. അവരോട് ചോദിക്കുമ്പോൾ ആ കണക്കുകൾ പകൽ കൊള്ള എന്നാണ് ഞാൻ പറയുക. ആ കണക്കുകൾ ഒരു ആപ്പ് രൂപീകരിച്ച് അതിലൂടെ കോടികൾ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെ LDFന് DYFA എന്നൊരു സംഘടനയ്ക്ക് പാട്ടമിറക്കിയും അല്ലാതെയും ധനസമാഹരണം നടത്താൻ, കോടികളുടെ ധനസമാഹരണം നടത്താൻ പറ്റിയിട്ടുണ്ട്. ഒരു സർക്കാർ CMDRFലേക്ക് ഇത്രയധികം പണം സ്വരൂപിച്ചിട്ടുണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഒരു ആപ്പ് രൂപീകരിച്ചിട്ട് കോടികൾ ഉറപ്പായും ഇവരും സമാഹരിച്ചു കാണും. അതിൻ്റെ ഒരു കണക്ക് പോലും, ഒരു 2 ചോദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് ചോദിക്കാൻ ഇവിടെയുള്ള മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. ഈ കണക്ക്, ഈ 1 രൂപ പോലും എവിടെയും പോയിട്ടില്ല എന്ന് പറയും. പക്ഷേ ആ 1 രൂപ എവിടെ എന്ന് ഒരൊറ്റ മാധ്യമങ്ങളും തിരിഞ്ഞു നിന്ന് അങ്ങോട്ട് ചോദിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അത് ചോദിക്കുന്ന ഈ LDF, അതായത് CPM നിയന്ത്രിത മീഡിയാസ് ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം ചോദ്യങ്ങളോട് VD സതീശന് വിമുഖതയാണ്. എത്ര ബൈറ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ശ്യാമിൽ, അതായത് ചോദ്യങ്ങളോട് വിമുഖത പ്രകടിപ്പിക്കാനുള്ള അവകാശം പിണറായി വിജയനും VD സതീശനും ഒക്കെ ഉണ്ട്. ഞാനിതിന് മറുപടി പറയില്ല എന്ന തീരുമാനമെടുക്കാൻ ഓരോ നേതാക്കൾക്കും അവകാശമുണ്ട്. അപ്പോൾ പണ്ട് കരുണാകരൻ്റെ കാര്യം പറഞ്ഞല്ലോ, കരുണാകരൻ്റെ സ്ഥിരം ആ കാലത്ത് പത്രങ്ങളിൽ വായിക്കുന്ന നോ കമൻസ് എന്ന് പറഞ്ഞ് ചിരിക്കും. നോ കമൻസ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതായത് മാധ്യമ വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുമ്പോൾ അവരെന്താണോ പറയേണ്ടതെന്ന് അവരാണ് നിശ്ചയിക്കേണ്ടത്. അവരേതൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നും ഏതൊക്കെ ചോദ്യങ്ങൾ മറുപടി പറയില്ല എന്ന് പറയാനും ഒക്കെ അവർക്ക് അവകാശമുണ്ട്. നോ കമൻസ് പറയുന്ന കരുണാകരനോട് എന്നോട് എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് ഷഠിക്കാൻ ഒരു മാധ്യമപ്രവർത്തനവും അവകാശമില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ അദ്ദേഹത്തോട് വളരെ റെലവൻ്റായ ചോദ്യം ചോദിച്ചപ്പോൾ നോ കമൻസ് പറഞ്ഞു, അല്ലെങ്കിൽ പിണറായി വിജയൻ എഴുന്നേറ്റ് പോയി, അത് ശരിയായില്ല. അത് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ള ഉത്തരമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ധൈര്യത്തോടെ വിശകലനം ചെയ്യാനുള്ള ജോലി നമുക്കുണ്ട്. ആ വിശകലനം നമ്മൾ ചെയ്യണം. പിണറായി വിജയൻ എഴുന്നേറ്റ് പോയി, SDPI വിഷയം ബന്ധം പോലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനേ പിണറായി വിജയൻ തയ്യാറായില്ല. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഈ വിഷയത്തിലുള്ള കള്ളത്തരത്തിന് ഒരു തെളിവായിട്ട് വേണം നമ്മൾ കാണാനെന്നൊക്കെ വിശകലനം ചെയ്യാം. പക്ഷേ അദ്ദേഹം ചോദ്യം നേരിടണമെന്നോ, എനിക്ക് എത്ര നേരം നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കണമെന്നോ, അദ്ദേഹത്തോട് ഏത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്നോ, ഏതിന് നോ കമൻസ് എന്ന് പറയണമെന്നോ ഒക്കെ അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം തീരുമാനിക്കണം. അതിനെ കയറിയിട്ട് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ അവധാനതയോടെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യൂ. അല്ലാതെ ബഹളം വെച്ച് അവിടെ ഒരു ഷോ ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, പ്രത്യേകിച്ചും വളരെയേറെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട്. ഞാനത് ഒന്നുകൂടെ പറയാം. ഈ വയനാട് വീടുണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും VD സതീശൻ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല എന്ന് തീരുമാനിച്ച് നടന്നാൽ നമുക്കൊന്നും ചെയ്യാനില്ല, പിടിച്ചു നിർത്താനൊന്നും പാടില്ല. അതെ. അപ്പോൾ ഈ വിഷയത്തെ അങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിനപ്പുറത്തേക്ക് വികസനം അല്പം കൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടി അതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അല്ലാതെ ഇത്തരം പദസമ്പത്തുകൾ, പിണറായിയുടെ നിഘണ്ടു പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനെ ഓഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുകയാണെങ്കിൽ അതൊരു തരം വല്ലാത്ത പ്രചാരണായുധമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനെ അത്രയധികം പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ തിരിച്ച് ഒരുപാടധികം കാണിക്കേണ്ടതുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിനാണ് എല്ലാ കാലത്തും ഓഡിറ്റിംഗ് കൂടുതൽ അനുഭവപ്പെടേണ്ടി വരുന്നതും ആ നേതാക്കളാണ് കൂടുതലധികം വിധേയരാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏറ്റവും അധികം പിൻബലം ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്നത് കൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ. മാധ്യമ സിൻഡിക്കേറ്റ്, കടക്ക് പുറത്ത് തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ടും കോവിഡ് കാലത്തെ ദൈനംദിന വാർത്താ സമ്മേളനങ്ങൾ കൊണ്ടും എല്ലാ കാലത്തും പല രീതിയിൽ ശ്രദ്ധ നേടിയതാണ് പിണറായി വിജയന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ. മാധ്യമ അജണ്ടകളോടും അവരോടുള്ള വിയോജിപ്പുകളോടും മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പരുഷമായി പ്രതികരിക്കാറുണ്ടെങ്കിലും ഇത്ര നാടകീയമായ രംഗങ്ങൾ സമീപകാലത്ത് ആദ്യമായാണ്. ഇങ്ങനെയെല്ലാമാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മുഖ്യധാരാ മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമ പേജുകൾക്കും നൽകിയത് 25ഓളം അഭിമുഖങ്ങളാണ് എന്നതും ഓർക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉയർന്നു വന്ന രാഷ്ട്രീയ വിമർശനങ്ങളെക്കുറിച്ചും അഭിമുഖങ്ങളിലൂടെ മുഖ്യമന്ത്രി വിശദമായി സംസാരിച്ചിരുന്നു. അതിനുശേഷവും എല്ലാ ദിവസവും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന മാധ്യമപ്രവർത്തകർ അതുണ്ടാകാതെ വരുമ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ചോദ്യം ചോദിച്ചത് CPIM നടത്തുന്ന മാധ്യമങ്ങൾ മാത്രമാണെന്ന വിമർശനവും കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിലും ഈ പ്രശ്നവും തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം.